ഡിജിറ്റൽ തട്ടിപ്പിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്ന് സുപ്രീം കോടതി. 3000 കോടി രൂപയുടെ തട്ടിപ്പെന്നത് ഞെട്ടിക്കുന്നത്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, കഴിഞ്ഞ കുറെ കാലമായി ഈ സൈബർ ലോകത്തെ തട്ടിപ്പ് അത് വർദ്ധിച്ചു വരികയാണ്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പെടുന്നുണ്ട്, നിയമപാലകർ പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നു. അതിൽ കർശനമായ ഒരു നടപടി വേണമെന്നല്ലേ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? അജി, കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഹർജി സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നു. ഇതിൽ കൃത്യമായി എത്രത്തോളം കേസുകൾ എടുത്തു എന്നുള്ള വിവരങ്ങൾ കൈമാറാൻ സംസ്ഥാനങ്ങളോട് കഴിഞ്ഞ തവണ ഈ ഹർജിയിൽ വാദം കേട്ടപ്പോൾ സുപ്രീം കോടതി തേടുകയും ഇതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി സമർപ്പിക്കുകയും ചെയ്തത്. ഈ സമർപ്പിച്ച വിവരങ്ങളിൽ വ്യക്തമാക്കുന്നത് ഏകദേശം 3000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേന നടന്നിരിക്കുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്നത് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തട്ടിപ്പിനെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് നേരിടണം എന്ന് കൂടി സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ CBIയും ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുദ്രവെച്ച കവറിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ കൈമാറിയിരിക്കുന്നത്. തട്ടിപ്പിനിരയാകുന്നത് പ്രായമായവരെന്നാണ് ഇപ്പോൾ കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെ പറ്റിക്കുകയാണ് പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട നടപടികളും അതുപോലെ തന്നെ അന്വേഷണവും പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം രാജ്യത്തെ വിവിധയിടങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ പുരോഗമിക്കുകയാണ്. 3000 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നത് ഞെട്ടിപ്പിക്കുന്നതെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.